അബ്ദുൽ ലത്തീഫ്, വൈസ് പ്രസിഡന്റ് കൂടി ടെലിഫോണിൽ ചെയ്തത്. അബ്ദുൽ ലത്തീഫ്, ഈ ഒരു പ്രദേശത്ത് നമുക്കറിയുന്നത് പോലെ ഇതിനു മുൻപും വന്യമൃഗങ്ങളുടെ ഒരു ശല്യമുള്ള ഒരു പ്രദേശമായിരുന്നു. നിലവിലിപ്പോൾ വനം വകുപ്പ് ഏത് രീതിയിലൊക്കെയാണ് അവിടെ തിരച്ചിൽ നടത്തുന്നത്? താങ്കൾ ആ പ്രദേശത്തുണ്ടോ ഇപ്പോൾ? ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊ അവിടെ നിന്ന് തിരിച്ചു വന്നതായിരുന്നു. തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ്. ആളുകൾ നേരിട്ട് കടുവനെ കണ്ട രംഗങ്ങളൊക്കെ പിന്നെ ഇവിടെ ക്യാമറ മൊബൈലിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മുമ്പ് ഒരു കളവ് പ്രചരിപ്പിച്ച എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു. മുമ്പ് കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പേ ഒരാൾ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. അതെ, ആ പ്രദേശമല്ല, അതിന്റെ നേരെ കുറച്ച് 2-3 കിലോമീറ്റർ ഇപ്പുറത്താണ്. പക്ഷെ അത് കണ്ടപ്പോൾ ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടായില്ല. ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നൊരു ധാരണയിലായിരുന്നു. പക്ഷെ നേരിട്ട് ആറാട്ടി ഉൾപ്പെടെ എല്ലാ ആൾക്കാർ കണ്ടതോടുകൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്, സാധനത്തിനെ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ജനവാസ മേഖലയിലല്ലേ? ഈ ജനവാസ മേഖലയിലാണ്. അവിടുത്തെ ആളുകളൊക്കെ പരിഭ്രാന്തരായിരിക്കുകയാണ്. ഇതിപ്പോ രാവിലെയാണല്ലേ കടുവയെ കണ്ടത്? രാവിലെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പൊ ആളുകളൊക്കെ ഇപ്പോൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയാണോ? വീടിന്റെ ഉള്ളിലാണ്. കുറെ ചെറുപ്പക്കാരൊക്കെ പുറത്ത് തന്നെയാണ്. എന്നാലും വനം വകുപ്പ് അവിടെ ഉണ്ടല്ലോ അല്ലെ? തിരച്ചിൽ നടത്തുന്നുണ്ടല്ലേ? വനംവകുപ്പുണ്ട്. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.